വലായസ്യുറഹ്നു പണയം ശരിയാവുകയില്ല. ബാബുർ റഹ്നീന്ന് റഹ്നി എന്ന് പറഞ്ഞാൽ അസ്സുബൂത്തു വൽ ഹബ്സു ബന്ധിക്കുക, സ്ഥിരമാക്കുക. ജഅലു ഐനി മാലിഹി വസീഖത്തൻ ബിദൈനിൻ യുസ്തൗഫാ മിൻഹാ ഇൻദ തഅദ്ദുരി വഫാഇഹി. ഒരു സാധനത്തിന് വെക്കുക ഉറപ്പായിട്ട്, ഉറപ്പിന് വേണ്ടി. എന്തിനു പകരം? വിധേയന്, കടത്തിന് പകരം. 10,000 രൂപ ഒരാളെ മേടിച്ചു, അയാളെടുക്കൽ എന്ത് ചെയ്തു? ഞാൻ 10,000 രൂപയുടെ സാധനം കൊണ്ടുവച്ചു. ഈ 10,000 രൂപ എനിക്ക് തരാൻ ബുദ്ധിമുട്ടായാൽ ഇത് വിറ്റെടുത്തോളാനാണ് ഞാൻ പറയാൻ റഹനെന്ന് പറയാം. മനസ്സിലായേ? ലാ യസിഹു റഹന് ശരിയാവുകയില്ല. ഇല്ലാ മിൻ മുത്ലഖി തസർറുഫ്, നിരുപാധികം ക്രയവിക്രയം ചെയ്യുന്നവരിൽ നിന്നല്ലാതെ. അപ്പൊ കുട്ടികൾ പണയം വെക്കാൻ പറ്റില്ല, ഭ്രാന്തന്മാർ പണയം വെക്കാൻ പറ്റില്ല, വിഡ്ഢികൾ പണയം വെക്കാൻ പറ്റില്ല, മഹജൂറുൻ അലൈഹി പണയം വെക്കാൻ പറ്റില്ല. ജപ്തി ചെയ്തു എന്റെ വീട്, ആ വീട് നീ പണയം വെക്കാൻ പറ്റും? മനസ്സിലായില്ല? പിന്നെ ബിദൈനിന്, കടത്തിന് പകരം, ലാസിമായൊരു കടം. ലാസിമായ കടം എന്ന് പറഞ്ഞാൽ 10,000 രൂപ 2 ഗഡുക്കളായിട്ട് നിനക്ക് ഞാൻ തരാം, അങ്ങനെ പറയാം. അല്ല, ഒറ്റ ഗഡുവായിട്ട് തരാം. ഈ സാധനം എനിക്ക് പണയം തരാം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. കസമനി, വില പോലെ. അതേ പ്രകാരം തന്നെ വൽ ഖർളി, കടം കൊടുക്കുന്നു. പൈസ കടം കൊടുക്കുന്നു, സാധനം കടം കൊടുക്കുന്നു. മനസ്സിലായില്ല? ഔയൂല്, അല്ലെങ്കിൽ അത് മടങ്ങും. ഇല ലുസൂമി, ലാസിമിലേക്ക് മടങ്ങും. അതേതുപോലെ സാധനം കൊണ്ട് വെച്ചു, നോക്കട്ടെ ഇത് കേടായതാണോ അല്ലേ എന്നൊക്കെ, പൈസ തരാം ഇത്ര ദിവസത്തിനുള്ളിൽ, ആയിക്കോട്ടെ. കസമനി ബി മുദ്ദത്തുൽ ഖിയാർ, മുദ്ദത്തുൽ ഖിയാറിനുള്ള വില പോലെ എന്ന്. പിന്നെ ഫഇല്ലം യൽസമുദ്ദൈനു, കടം നിർബന്ധമായില്ലെങ്കിലോ, ബാദു, ഇതേവരെ. മിഥുലു അയ്യറുകന, അവൻ പണയം വെച്ചു. അലാമാ സയ്യുഖ്രിദു, പിന്നീട് കടം കൊടുക്കാന്ന് വെച്ചു. പണയ സാഗരം പണയം കൊണ്ട് പിന്നെ പൈസ തരാം, അത് കിട്ടില്ല. മുദ്ദത്തുൽ ഖിയാർ ആകുമ്പം പിന്നെ 2-3 ദിവസം അതിനു മുമ്പിൽ ഈ സാധനം കൊണ്ട് കൊടുക്കണം. ഇതല്ല, പിന്നീട് കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നിനക്ക് ഞാൻ പൈസ തരാം, സാധനം ഇവിടെ വെക്കുന്നത്, അത് പറ്റില്ല. ഷർത്തുഹു ഈജാബുൻ വ ഖബൂൽ, ഈജാബും കബൂലൊക്കെ. വലാ യൽസമു, പണയം നിർബന്ധമാവുകയില്ല. ഇല്ലാ ബിൽ ഖബൂലി, പണയ സാധനം സ്വീകരിക്കൽ കൊണ്ടല്ല. ആരിൽ നിന്നും സ്വീകരിക്കണം? മിനർ റാഹിനി, റാഹിനിൽ നിന്നും. ബിഇദ്നി റാഹിനി, പണയം വെക്കുന്നവന്റെ അനുമതിയോടുകൂടെ സാധനത്തെ പിടിക്കണം. ആര് സ്വീകരിക്കണം? പണയം സ്വീകരിക്കുന്നവൻ. മുർത്തഹിനുൻ, പണയം സ്വീകരിക്കുന്നവൻ. റാഹിനുൻ, പണയം വെക്കുന്നവൻ. മർഹൂനുൻ, പണയം വെച്ച സാധനം. റാഹിന്, മർഹൂന്, മുർത്തഹിന്. യജൂസു ലിർറാഹിനി, പണയക്കാരന് പറ്റും ഫസ്ഖുഹു, അതിനെ ഫസ്ഖ് ചെയ്യാം. ഖബലൽ ഖബലി, പൈസ വാങ്ങുന്നതിന് മുമ്പായിട്ട്. വേണ്ടല്ലേ, സാധനം ഞാൻ നേരെ പറയാം, ആയിക്കോട്ടെ, എന്നെ കൊണ്ട്. ഇതാ ലസിമ, അപ്പൊ ഇത് പണയം ലാസിമായി. ഈ സാധനത്തിന് 10,000 രൂപ. ഇനിയിപ്പോ ഈ സാധനം എവിടെ വെക്കും? അപ്പൊ ഇനി തഫക്ക, രണ്ടുപേരും യോജിച്ചു. അയ്യൂള, ആ സാധനം വെക്കപ്പെടാൻ, മർഹൂലിനെ വെക്കപ്പെടാൻ. ഇന്ദ അഹദിഹിമ, രണ്ടാലൊടുക്കല്. അല്ലെങ്കിൽ അത് താരിത്, മൂന്നാമന്റെ ആയി നവുദിയ, അതിനെ വെക്കപ്പെടാം. അവര് തീരുമാനിക്കുന്ന കണക്ക് ചെയ്യാം. അപ്പൊ ഇല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല എങ്കിൽ വലാഹുൽ ഹാക്കിമു, നാട്ടിൽ ഭരണാധികാരി കാളിയാര് വെക്കണം. ഇന്ദാദിനും വേറെ തീരുമാനം എടുക്കലുണ്ട് വെക്കണം. ഷർത്തുൽ മർഹൂനി, പണയ സാധനത്തിന്റെ നിബന്ധന.
അയ്യക്കൂന ഐനൻ, അത് രൊക്കമാകണം. യജൂസു ബൈഉഹ, അതിനെ വിക്കൽ അനുവദനീയമായതുമാകണം. ഐനൻ ബിമാന രൊക്കം. സാധനം രൊക്കം കൊടുക്കണം. പൈസ ഖിയാർ മജ്ലിസ് അനുസരിച്ച് ഖിയാറിന് 2-3 ദിവസം കഴിഞ്ഞാൽ കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞല്ലേ, ഒരുപാട് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. വലാ യൻഫുക്കു മിനർ റഹിനി ശൈഉൻ ഹത്താ യഖ്ദിയ ജമീഅദ്ദൈൻ. വലാ യൻഫുക്കു, അഴിഞ്ഞു പോവുകയില്ല. മിനർ റഹിനി, പണയത്തിൽ നിന്നും അഴിയുകയില്ല. ശൈഉനൊന്നും അഴിയുകയില്ല. ഹത്താ യഖ്ദിയ ജമീഅദ്ദൈൻ, കടം മുഴുക്കയും വീട്ടാതെ സാധനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ മേല. പകുതി പൈസ കൊണ്ട് കൊടുത്തിട്ട് സാധനം ചോദിച്ചാൽ കൊടുക്കാൻ നിർബന്ധമില്ല. തിരിഞ്ഞോ? വലൈസലി റാഹിനി, പണയം വെച്ചവന് പറ്റുകയില്ല. അയ്യത്തസറഫ ഫീഹി, ഈ പണയ സാധനത്തിൽ ക്രയം പറ്റില്ല. അപ്പൊ എന്റെ അടുത്തിരുന്നാൽ ഞാനാണ് പണയം വെച്ചത്, പണയം സ്വീകരിച്ച ആള് പറഞ്ഞു നിങ്ങൾ എടുത്തിരുന്നോട്ടെ സാധനം, എനിക്കൊണ്ട് മേശ വെക്കാനേ പറ്റൂ, വേറൊരു തസറുഫാത്തും അതിനകത്ത് പറ്റില്ല. അങ്ങനെ പണം ചെയ്യോ? വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യും. പറയുന്നു മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് പണയം സ്വീകരിച്ചവന്റെ അടുത്തിരുന്നാലും അതിനകത്ത് ക്രയം പറ്റില്ല. ഈ അവധി എത്തുന്നവരെ, അവധി എത്തി അവനെ അറിയിക്കണം. സാധനം ലേലം ചെയ്തു പോകും. പിന്നെ ഭീമാ ഇബത്തുൽ ഹഖൽ മുർത്തഹിനി, പണയം സ്വീകരിച്ചവന്റെ ബാധ്യതയെ ബാത്തിലാക്കുന്ന, നിഷ്ഫലപ്പെടുത്തുന്ന ഒന്നുകൊണ്ട് അതിലൊരു ക്രയവിക്രയവും അനുവദനീയമല്ല. കബയ്യൻ, ആ പണയം വെച്ചവൻ അതിനെ അങ്ങ് വിൽക്കുന്നത് പോലെ, വഹിബത്തിൻ, പണയ സാധനത്തെ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുന്നത് പോലെ, ഔ യൻഖുസു ഖീമത്ത്, പോലെ വിലയെ ചുരുക്കുന്നതും ചെയ്യാൻ പറ്റില്ല. പണയം വെച്ച സാധനം എടുത്തതിന്റെ കല്ലുബുസി, വസ്ത്ര പണയം വെച്ചത്, ആ വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റുമോ? മറ്റൊന്ന് ധരിക്കാൻ പറ്റില്ല. കാരണം അത് ധരിച്ചാൽ അത് സെക്കൻഡ് ഹാൻഡ് ആവും. സെക്കൻഡ് ഹാൻഡ് വില കിട്ടും. വൽ വസ്തു, ഈ അടിമപ്പെടലാണെങ്കിൽ വസ്തു ചെയ്യാം, അതും പറ്റില്ല. ഇതിനാ വലാ യജൂസു, പറ്റുകയില്ല. ബിമാ ലാ യദുറു, ലററല്ലാത്ത ഒന്നുകൊണ്ടും പറ്റുകയില്ല. ബിമാ ലാ യജൂസു, വലാ യജൂസു, ജായിസാവുകയില്ല. ബിമാ, ഒന്നുകൊണ്ടും ജായിസാവുകയില്ല. ലാ യദുറു, ലറർ ചെയ്യുകയില്ല. മനസ്സിലായില്ല? അതും പറ്റില്ല. ഞാനൊരു വാഹനം പണയം വെച്ചേക്കാണ്, ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? എനിക്ക് വീട് പണയം വെച്ചിരിക്കുകയാണ്, ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുമോ? യജൂസു എന്നാണ്, വലാ യജൂസു എന്നല്ല. എന്നാ യജൂസു എന്ന് പറഞ്ഞു. യജൂസ് അനുവദനീയമാണ്. ബിമാ ലാ യദുറു, ലററില്ലാത്ത ഒന്നുകൊണ്ട് ജായിസാണ്, അതിന് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? കറുക്കൂബിൻ വസുക്ന, താമസിക്കുന്ന പോലെ, വാഹനം പേറുന്ന പോലെ. ലററില്ലല്ലോ അതിന്, വാഹനം ഓടിക്കാതെ എത്തുന്നാലോ ലററ്. മനസ്സിലായില്ല? വലാ യജൂസു റഹ്നുഹു ബിദൈനിൻ ആഖറ, വേറൊരാൾക്ക് ആ സാധനത്തിന് പണയം വെക്കാൻ പറ്റുമോ? വേറൊരു കടത്തിന് വരാൻ പറ്റുമോ? ഇല്ല. വലോ ഇന്തൽ മുർത്തഹിന്, അത് നേരത്തെ പണയം സ്വീകരിച്ചവന്റെ അടുക്കലായാലും ശരി പറ്റില്ല. വലറാഹിനി, ഈ പണയ സാധനത്തിന്റെ ചെലവ് ആര് വഹിക്കും? അടിമപ്പെട്ടിന്റെ പണയം വെച്ചെങ്കിൽ അതിന്റെ ചെലവാരാ? അതിന്റെ ചെലവ് പണയം വെച്ചോണ്ടായിരിക്കണം. മുഅനത്തുറഹിനി, റഹിനിന്റെ സാധനം വില അല്ല, ചിലവ് റാഹിനിന്റെ മേലാണ്. വയുൽസമു ബിഹ, അതുകൊണ്ട് അവനെ നിർബന്ധിക്കപ്പെടുകയും ചെയ്യും. ആരാ? റാഹിന്. അല്ലെ സാധനം ചുരുങ്ങല്ലോ. സിയാനത്തൽ ഹഖിൽ മുർത്തഹിനി, മുർത്തഹിനിന്റെ ഹക്കിനെ സൂക്ഷിച്ചതിന് വേണ്ടി. മനസ്സിലായോ? പിന്നെ വലഹു, അവനുണ്ട് സവായിദുഹു, ഈ പണയ സാധനത്തിന്റെ ജായിദകളൊക്കെ വേണമെങ്കിൽ അവനെടുത്തുകൊണ്ട് പോകാം. കലബനിൻ, പാല്, പതമരത്തിൻ, വൃക്ഷമാണ് പണയം വെച്ചെങ്കിൽ അതിന്റെ ഫലം. ഇനി ആ സാധനം നശിച്ചു പോയാലോ? വൈൻ ഹലക്ക, അർഹൂനായ സാധനം നശിച്ചുപോയി. ഇന്ദൽ മുർത്തഹിനി, പണയം സ്വീകരിച്ചതിന്റെ അടുക്കൽ വെച്ച് നശിച്ചു പോയാൽ അതും ബിലാ തഫരീത്തിന്, വീഴ്ച കൂടാതെ, നലം യൽസമു, ചെയ്യുന്നൊന്നും കൊടുക്കണ്ട. എന്ത് ചെയ്യാനാ?
പൈസ ഇങ്ങോട്ട് കളി, സാധനം നശിച്ചു പോയി, എൻ്റെ അടുത്തായാലും സാധനം നശിച്ചു പോകുമല്ലോ. ഇതാ റാഹിനിന്റെ അടുത്തായാലും സാധനം നശിക്കത്തില്ലേ? എന്റെ കാര്യം വീഴ്ചയൊന്നുമില്ല, അത് വീണ് ചത്തുപോയി, ഞാനെന്ത് ചെയ്യാം? വീഴ്ച ഉണ്ടെങ്കിൽ കൊടുക്കണം, നഷ്ടപരിഹാരം. വാവുബി തഫരീഖിൻ, വീഴ്ചയോടുകൂടെയാണെങ്കിൽ വമിനഹു, അതിന് ഉത്തരവാദിയാവുന്നതാണ്. ഫലാ യസ്ഖുതു ബിതലഫിഹി ശൈഉൻ മിനദ്ദൈൻ, സാധനം നശിച്ചു എന്നതുകൊണ്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇനി ആര്? പണയം സ്വീകരിച്ചവനല്ല, പണയം വെച്ചവൻ, അവൻ പൈസ കൊടുക്കേണ്ടി വരും. വൽ ഖൗലു ഫിൽ ഖീമത്തി, അപ്പൊ ഇതിന് എത്ര വില എന്ന് വെച്ചാല് അതിന് ഇത്ര വിലയായിരുന്നു പറയും. ഖൗലു, പണയം വെച്ചവന്റെ ഖൗല് തന്നെയാണ്, പണയം സ്വീകരിച്ച തന്നെയാണ്. വഫിർ റദ്ദി, സാധനം മടക്കി തന്നില്ല, തർക്കായി. അവിടെ മടക്കി തന്നില്ല എന്ന് മറ്റോ പറയും. ആര് പറയും? പണയം വെച്ചോ പറയും. പണയം സ്വീകരിച്ച പോലെ മടക്കി തന്നു പറയും. മടക്കി തന്നില്ല എന്നതാണ് ഖൗലുർ റാഹിൻ. ഫായിദത്തുർ റഹീനി, എന്താ ഈ പണയം വെക്കുന്നതിന്റെ ഫായിദ എന്താ? അത് ബൈഉൽ ലൈനി, ആ സാധനത്തിന് വിൽക്കാൻ പറ്റുമല്ലോ. എപ്പോഴും ഇന്ദൽ ഹാജത്തി ഇലാ വഫായിൽ ഹഖ്, ആ ഹക്കിനെ വീടാൻ ആവശ്യം വരുമ്പോൾ സാധനം വെച്ച് പൈസ കൊടുക്കാമല്ലോ. അതിനാണ് സാധനം കൊണ്ടുവെക്കുന്നത്. അപ്പൊ ഇനിയും തന്നെ റാഹിനു മിൻഹു, ആ വിൽക്കുന്നതിനെ തൊട്ട് റാഹിന് വിലങ്ങിയാലോ അൽസമഹു, അതിനെ നിർബന്ധിക്കണം. അൽ ഹാക്കിമു, ഇതേളിയാ കാളിയാരും പൈസ കൊടുക്കണം, സാധനം വെച്ച് പൈസ കൊടുക്കാം എന്ന് കാളിയാരും പറയണം. പണയം വെച്ചവനോട് പറയണം. ഇമ്മൽ വഫാ, ഒന്നുകിൽ പൈസ കൊടുക്ക്, അവിൽ ബയ്യ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യുക. ഫൈനഷറ, ഒന്നും ചെയ്യുന്നില്ലെങ്കിലോ, അവൻ അങ്ങനെ നിരന്തരമായാലോ ബാഅഹൽ ഹാക്കിമു, ഹാക്കിം എന്ത് ചെയ്യണം? വിൽക്കണം, വിറ്റിട്ട് മറ്റവന് പൈസ കൊടുക്കണം. അപ്പൊ അവൻ സഹായിച്ചല്ലേ, അവനെ വിഷമിപ്പിക്കുന്ന മോശമല്ലേ? തിരിഞ്ഞില്ല. ബാബു തഫ്ലീസ്, പാപ്പർ സൂട്ടാവുക എന്നത് എങ്ങനെ തീരുമാനിക്കും? ഒരാൾ പാപ്പർ സൂട്ടായിപ്പോ എന്ത് ചെയ്യും? അത് കഴിഞ്ഞോ എന്റെ അടുത്ത് പൈസ ഇല്ല ഉസ്താദേ എന്ന് പറഞ്ഞാല് തഫ്ലീസ് അവൻ പാപ്പർ സൂട്ടായി എന്നവൻ വാദിച്ചാലേ ആ വാദം നമ്മൾ കേൾക്കണോ കേൾക്കണ്ടേ? എന്താ ഇദാ ലസിമഹു ദൈനുൻ ഹാലുൻ, അവനെ പിടികൂടി രൊക്കം അവധി ഇറങ്ങിയ കടം, പൈസ കൊടുക്കാനായി ഞാൻ 10,000 ഒരുത്തന്നെ കടം മേടിച്ചോണ്ട് അവൻ വന്ന് ചോദിക്കുന്നു, ഫെബ്രുവരി 1 തരാമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 1 മറ്റന്നാളാവും, പൈസ കൊടുക്കണം. ഇപ്പൊ തൂലിബ, അപ്പൊ ആ പൈസ ചോദിക്കപ്പെട്ടു. ഫദ്ദഅ, ഇവൻ വാദിച്ചു അൽ-ഇസാറ, വായില്ലടിയാന്ന് പറഞ്ഞു. കയ്യിലതിനെ ജപ്തി ചെയ്യും. അവിടെ നോക്കണം. ഫൈൻ ഉഹിദ ലഹു, കടം വാങ്ങിയവനു അറിയപ്പെടുകയാണ് എങ്കിൽ, മാലുണ്ട് എങ്കിൽ ഹുബിസ, മാല് ജപ്തി ചെയ്യപ്പെടും. മനസ്സിലായോ? എന്നിട്ട് ഏതുവരെ? ഹത്താ യുഖീമ, അവൻ നിർത്തട്ടെ, ആ കടക്കാരൻ, ബയ്യിനത്തെ സാക്ഷിയെ, അലാ ഇസാരി, അവൻ പാപ്പർ സൂട്ടാണെന്നതിന്റെ മേൽ, ഞെരുക്കക്കാരനാണെന്നതിന്റെ മേൽ സാക്ഷി നിർത്തട്ടെ. വയില്ല, സാക്ഷി നിർത്തിയില്ല എങ്കിൽ ഹലഫ്, അവൻ സത്യം ചെയ്യണം. വഖുല്ലിയ സബീലുഹു, അവന്റെ മാർഗത്തിന് ഒഴിവാക്കപ്പെടണം. ഇലാ യൂസിറ, ഉണ്ടാവട്ടെ. ഫനദറത്തുൻ ഇലാ മൈസിറ, ഇസുർ വരട്ടെ. ഇപ്പൊ ഇസുറല്ലേ, ഇസുർ വരുന്നതിനെ മാറ്റി അവന് അവധി കൊടുക്കാം. എന്ത് ചെയ്യാനാ? ഫൈൻ കാന ലഹു മാലുൻ, മുതലുണ്ട്, വംദന മിനൽ വഫായി, വിൽക്കാൻ അതിനെ പൂർത്തിയാക്കാൻ അവൻ വിലങ്ങുകയും ചെയ്യുന്നു. നബഅഹു, ആ മുതലിനെ വിൽക്കണം. അൽ ഹാക്കിമു, ഖാദിയാരി വിൽക്കണം. എന്നിട്ട് വഫാഅൻഹു, എന്നിട്ട് പൂർത്തിയാക്കണം. ഇനി കുറെ മുതലുണ്ട്, 10 ലക്ഷം കടമുണ്ട്, 2 ലക്ഷത്തിന് മുതലേ ഉണ്ട്. എന്തായി? ഫൈലം യഫി മാലുഹു ബിദൈനിഹി, അവന്റെ മുതല് പൂർത്തിയാക്കുന്നില്ല എങ്കിൽ, അവന്റെ കടത്തിനെ പൂർത്തിയാക്കുന്നില്ല എങ്കിൽ,
വസഅലഹുവ അവൻ വന്ന് ചോദിച്ചു, ഔ ഖുറമാഉഹു അല്ലെങ്കിൽ അവന്റെ കടക്കാര് വന്ന് അവലാതി പറഞ്ഞു, അൽ ഹാക്കിമ ഖാദിയാരോട്, അൽ ഹജറ ഹജറിനെ ജപ്തി ചെയ്തേരാം, കാരണം ഇനി വിളിട്ട് ഇനി ഞാൻ വിറ്റു, അതുകൊണ്ട് എന്റെ മുതൽ ജപ്തി ചെയ്തേക്കാൻ പറഞ്ഞു. അല്ലെ കടക്കാർ വന്ന് പറഞ്ഞു, അയാളെ മുതൽ ജപ്തി ചെയ്യണം, ഞങ്ങളെ പൈസ അയാളെ കിടക്കുന്നുണ്ട്, ഇനി ജപ്തി ചെയ്യാതിരുന്നാൽ ഇതും കൂടെ വിറ്റ ആൾ തിന്നു. ഹുജറ അലൈഹി ഹജറ ഖാദിയാര് ഹജർ ചെയ്യണം, അലൈഹി അവന്റെ മേൽ. അപ്പൊ ഇനി ഹജർ ചെയ്താലോ, ഫൈദ ഹജറ ഖാദിയാർ ജപ്തി ചെയ്താലോ, ലം യൻഫുദു തസറുഫുഹു അവന്റെ ക്രയവിക്രയം ശരിയാവുകയില്ല, ഫിൽമാലി മുതലിൽ. അവ പിന്നെ എന്ത് ചെയ്യും? വല്ല കഴിക്കണ്ടേ? വരുമാനത്തിന്റെ മാർഗമെല്ലാം ജപ്തി ചെയ്തില്ലേ, വല്ല കഴിക്കണ്ടേ? അവിടെ നോക്കണം, വയുംഫിഖു ഇവന്റെ മേൽ ആ ഖാദിയാർ ചെലവഴിക്കണം, വഅലായാലിഹി അവന്റെ കുടുംബക്കാരുടെ മേലും ഖാദിയാർ ചെലവഴിക്കണം, പൊതു സ്വത്തിൽ നിർത്തട്ടെ, പിന്നീട് അവന് മുസ്റാം മേടിക്കണം. എപ്പോഴില്ല മെക്കുല്ലവു കസുബിനുവിന് തൊഴിലൊന്നുമില്ല എങ്കിൽ പിന്നെ വിൽക്കണമല്ല, ഹാക്കിമും വിൽക്കണം. ഹാക്കിം വിൽക്കുമ്പോൾ തന്നെ അവന്റെ പൈസ അല്ലേ, അവന്റെ മുതലല്ലേ, വില കുറച്ച് കൊടുക്കാം, അത് പറ്റില്ല. സസൂക്ഷ്മതയായിട്ട് വിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വയുഖ്സിമുഹു ആ മുതലിനെ ആ വിറ്റ പൈസയെ അയാൾ ഓഹരിച്ചു കൊടുക്കണം. വയുഖ്സിമുഹു അല്ലെങ്കിൽ വയഖ്സിമുഹു ഖിസ്മത്ത് ചെയ്യണം, അലാ ഖദ്രി ദുയൂനിഹിം ആ കടക്കാരുടെ കടത്തിന്റെ തോതനുസരിച്ച്. 10,000 ഉള്ളവരുണ്ട്, 1,00,000 ഉള്ളവരുണ്ട്, ആ പാട് 2,00,000 ഉള്ളു, കുറച്ച് വെക്കണം. വൈങ്കാനഫീഹിം അവരിലുണ്ടെങ്കിൽ മനുഷ്യരുണ്ട്, ദൈനു അവന്റെ കടം മുഅജ്ജല് അവനിനി കുറെ കഴിഞ്ഞിട്ട് അവര് പറഞ്ഞേക്കുന്നത്, എന്നാ ഇതിന് കൊടുക്കണ്ട, ലംയുഖുദ ഇതിൽ വീട്ടപ്പെടരുത്. ഔമൻ അല്ലെങ്കിൽ ഉണ്ട് ഇന്ദഹു അവന്റെ അടുത്തുണ്ട് ബിദൈനി ഇവന്റെ കടത്തിന് പകരം, പിന്നെ കടത്തിന് പകരം അവന്റെ അടുത്തുണ്ട് ഇവന്റെ മുതൽ പണയം വെച്ചിട്ടുണ്ട്, റഹുന് പണയമുണ്ടെങ്കിൽ ഹുസ്സ അവനെ പ്രത്യേകമാക്കപ്പെടണം, മീൻ സമനിഹി ആ പണയ സാധനത്തിന്റെ വിലയിൽ നിന്നും ബിഖദ്രി ദൈനിഹി അവന്റെ കടത്തിന്റെ സ്വതന്ത്രം. മനസ്സിലായില്ല? ഇനി കടം മേടിച്ചുകൊണ്ടത് സാധനങ്ങളാണ്, സാധനങ്ങൾ അത് പോയിഞ്ഞെടുക്കണം ഉണ്ടെങ്കിൽ ഫൈൻ വലവ് വജദാഹദുഹും കടക്കാരിൽ നിന്ന് ഒരാൾ എത്തിച്ചാൽ, അയിനമാലി അവന്റെ മുതൽ തന്നെ എത്തിച്ചാൽ, അല്ലത്തി ബഅഹലഹു ആ കടക്കാരൻ ഇവന് വിറ്റതാണ് ആ മുതല്, പോയിഞ്ഞു മേടിക്കണം. ഫൈൻ ഷാ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആറബ അവന് കൂടിക്കൊടുക്കാം, മഅൽ ഖുറമായി മറ്റുള്ള കടക്കാരോടുകൂടി. എന്നെ എന്നൊരു പശുവെ മേടിച്ചുകൊണ്ട് പശുവിന് പൈസ ഇട്ടിട്ടില്ല, ഇതേപോലെ ഒരുപാട് പൈസ കൊടുക്കാനുള്ളൊരു വേറെ ഉണ്ട്, എന്നാ പശുവിന് വിറ്റിട്ട് എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവരും കൂടെ കുറേശ്ശെ എടുക്കാം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാം. അതല്ല ഞാൻ പശുവിനെ അഴിച്ചുകൊണ്ട് പോരുന്നെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പൈസാവൻ ഉദ്ദേശിച്ചാല് ഫസഖൽ ബൈഅ കച്ചവടം ഫസഖ് ചെയ്തു, വറജയിലെ അതിലേക്ക് മടങ്ങാം, വറജാ ഫീഹ എപ്പോഴൊഴിച്ചില്ല യംന മാനിഉൻ മിനർ റുജൂഇ ഫീഹി അങ്ങനെ മടങ്ങാൻ പറ്റില്ല. കാരണം ഈ പശുവിനെ വേറൊരാളുടെ ഇടയിൽ കൂടെ വെച്ചിരിക്കുക, രണ്ടുപേർ കൂടെ വായിച്ചേക്ക് കൊടുത്തില്ല, അവന് വിൽക്കാൻ പറ്റും ഇല്ല. ഇരട്ട പിടിക്കലുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, ബന്ധപ്പെടുത്തി കളഞ്ഞു ആ മുതലിനെ, മറ്റൊരാൾ രണ്ടുപേരുടെ ഇടയിലാക്കി. അല്ലെങ്കിൽ അവർ ആ മുതൽ വേറെ പണയം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവ ഹുലിച്ചത്ത് ആ കൊണ്ടുവന്ന മുതലിനെ കലർത്തപ്പെട്ടു, ബി അജുവദ നല്ലതിനോട് കലർത്തപ്പെട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, വനവിതാലിക്ക മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ആയാലൊഴിച്ച് മടങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയാലും പിന്നെ ഖാദിയാർ തീരുമാനിക്കുന്നതാണ്. വയുത്തുറക്കുലിൽ മുഫ്ലിസി ദസ്തു സൗബിൻ യലീഖു ബിഹി വഖൂതുഹു വഖൂതു ഇയാലിഹി യൗമൽ ഖിസ്മ അവന് വേണ്ടിയിട്ട് ഓഹരിക്കുന്ന സമയത്ത് ഈ കടക്കാരന് വേണ്ടിയിട്ട് ഈ പാപ്പര സൂട്ടായവന് വേണ്ടിയിട്ട് ഒഴിവാക്കപ്പെടണം. ദസ്തു സൗബിൻ യലീഖു ബിഹി അവനോട് അനുയോജ്യമായ ഒരു ജോഡി വസ്ത്രത്തിന്. ദസ്തിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ടോ? ഉണ്ടാ? വഖൂത്തുഹു അവന്റെ ഭക്ഷണവും, വഖൂത്തു ഇയാലി അവന്റെ കുടുംബാദികളുടെ ഭക്ഷണവും. എന്നത്തേക്കുള്ളത്? എന്ന് ഓഹരിക്കണം യഹമത്തല്ല, യൗമുൽ ഖിസ്മത്തി ഓഹരിക്കുന്ന ദിവസത്തിൽ. ബാബുൽ ഹജ്ർ ജപ്തിയിൽ പറയുന്ന പാഠം. ആരിലെല്ലാം ജപ്തി വരാൻ പറ്റും.